ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഒക്ട ക്രിയേഷൻ. ഞാൻ അക്ഷയ്, ഇതിന്റെ കൂടെയുള്ള റോബിൻ. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ L2E എമ്പുരാൻ. അപ്പോൾ ട്രെയിലർ രാത്രി തന്നെ ലീക്കായി. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ലൈക്ക് പൊട്ടി തവപ്പണിയായോ? എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? ഗോകുലും ഗോപാലാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കൊടുക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. വേറെ വേറെ പാർട്ടിയാണ്. BJP വരാം. ഓ പുള്ളിയുണ്ടല്ലോ, ഭയങ്കര വില്ലനല്ലേ ഈ പുള്ളിയാണോ? മറ്റേ ഡ്രാഗൺ, അതാണ് നമുക്കറിയാം. ഫ്രാൻസ്, യമൻ, ഇറാഖ്, ചൈന. उसकी आंखें सब देख रही हैं. ലൂസിഫർ. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. ഇത് പെരിയാറ്റില്. തിരിച്ചു വരുന്ന വരോ അത്. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? പേടിക്കണമല്ലോ. എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. കളർ ഗ്രേഡിംഗ് ഉണ്ടോ? വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. The makers of Lucifer. അത് കൊള്ളാം കേട്ടോ. Zaid Masood. മോനെ. We have to end this war. മണിക്കൂട്ടനല്ലേ? Stephen, come back. Save your man. ഓ തിരിച്ചു വരാൻ. ഇത് മുണ്ടെടുത്തുള്ള വരെ God soon. വാടാ. അടി മോനെ. അത് കൊള്ളാം കേട്ടോ. ഓ ആ ഷോട്ട് നീങ്ങോടാ. ആ എന്റെ അടിപൊളിയുടെ നാട്ടിലോട്ട് വരൂല അതെന്ന് തോന്നുന്നു. ഓ എമ്പുരാൻ. Answer this one question. Who are you really? Lucifer. ഇവർ രണ്ടുപേരുള്ള ഫൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ? ഏതായാലും ശരിക്കും പറഞ്ഞുണ്ടല്ലോ, കഥ എന്താന്ന് റിവീൽ ചെയ്തിട്ടില്ല. ഒറ്റ ഫൈറ്റ് സീൻ പോലും കാണിച്ചിട്ടില്ല. ഇല്ല, കാണിച്ചാ പോയി. ഫൈറ്റ് സീൻ വേറെ ലെവലല്ലേ, അതുകൊണ്ടല്ലേ കാണിക്കാത്ത. ഒരു ഫൈറ്റ് സീൻ പോലും കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ ജതിൻ രാമദാസ് ഇല്ലേ, ഈ നമ്മുടെ പെങ്ങളുടെ പേരാണ് നമ്മുടെ മഞ്ജുവാര്യർ പറയുന്നില്ലേ ഇതിൻ്റെ അകത്തൊരു ഡയലോഗ് ഇല്ലേ, എനിക്കിനി രക്തബന്ധം എന്ന് പറയാൻ ഒരാളെ. അങ്ങനെയാണെങ്കിൽ ജതിൻ രാമദാസ് മരിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനകത്തോ? ഓ ശരി ശരി. ഒന്നെങ്കിൽ ജിതിൻ രാമദാസ് മരിക്കും, എന്തേലും ചതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റേ പാർട്ടി കാണിക്കുന്നില്ലേ, ആ പാർട്ടിക്കാരോടെ നിന്നിട്ട് എന്തോ ചതി പറ്റുന്നുണ്ട്. ചിലപ്പം അത് പുള്ളിയെ ഇവനെ കൊല്ലുന്നത് ചിലപ്പം ലാലേട്ടനായിരിക്കും.
പറയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യണ്ട. അല്ല അത് മാത്രമേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ, വേറെ എന്ത് കിട്ടാൻ? അതിനൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇത് ഓർമ്മ സാധനം കൂടെ ഉണ്ട്. മറ്റേ നമ്മുടെ ഇന്ദ്രിയത്ത് പറയുന്നില്ലേ, കം ബാക്ക് ടു സേവ് യുവർ, വരുന്നുണ്ടല്ലോ. വിളിച്ചു വരുത്തുവാ. അത് മുണ്ടെടുത്തല്ലേ പുള്ളി വരുന്നേ. അതിവിടെ വന്നിട്ടല്ലേ മുണ്ടെടുക്കുന്നേ. എവിടെയാണെങ്കിലും ഉടുത്തോ. അത് ആ സീൻ നമുക്ക് വേണമല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായത് പറ. ഇനി എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വേറെ തന്നെ ഇതിനകത്ത് വരുത്താനുള്ളത്. അപ്പൊ മറ്റേ റിങ് എറിയത് മാത്രമേ ഉള്ളൂ നമുക്ക്. അത് മറ്റേ ഇവിടെ നിന്ന് മിക്കവാറും പുള്ളിക്കാരി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റിങ് എടുത്ത് കളഞ്ഞിട്ട് പഴയ രീതി വരാൻ വേണ്ടി. അങ്ങനത്തെ ഇതന്നെ മറ്റേ പാട്ടവടി പടവോ ഇതൊക്കെ എടുത്തിട്ട് ഉടനെ അടി ഇത് മുണ്ടെടുത്തിട്ട് വരാം. അങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെയല്ല പറഞ്ഞേ, പോയേക്കാണ് നാട്ടിലോട്ട്. ആ സീനൊന്നും അല്ല. നീ എന്നത് ആ ഒരു വലിയ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുമ്പോ ആ ഒരു ക്യാമറയുടെ ആംഗിൾ നീ കണ്ടോ? പൊട്ടിത്തെറിക്കുന്നേ ഒരു ഇതായിട്ട് വരുന്നേ. എന്തായാലും നല്ല അടിപൊളി ഒരു ട്രെയിലർ ആയിരുന്നു. പിന്നെ നമ്മളെല്ലാരും ഇന്ന് വിചാരിച്ച എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ എമ്പുരാനെ എന്നുള്ള പാട്ടൊരു കൊച്ചു പാടുന്ന പോലെയല്ലേ ഉണ്ട്. അതായത് ആ ഒരു പയ്യനെ കാണിക്കുന്ന സീനിൽ നമ്മൾ ഇതിന് മുമ്പ് കിട്ടുന്ന ഉഷാവുതുപ്പ് പാടിയേക്കുന്ന ആ ഒരു സാധനം മാറ്റിയിട്ട് ഒരു പയ്യന്റെ വോയിസ് ആക്കിയേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ലാസ്റ്റ് ലൂസിഫർ എന്ന് പറയുന്ന ഭാഗമില്ലടാ, അത് ലാലേട്ടൻ തന്നെ പറഞ്ഞാണോ വേറൊരു സൗണ്ട് ആയിട്ടാ തോന്നുന്നത്. അത് കൊള്ളാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും 1:13 വരുമെന്ന് പറഞ്ഞ ട്രെയിലർ രാത്രി ലീക്കായി. അത് ഒരുമാതിരി ഡാഡിലൈമ ആയിപ്പോയി. കാണിച്ചത് ആരാണേലും, അതെ ഏതവനാണേലും ഭയങ്കര മോശമായി കാണിച്ചത്. കാരണം നമ്മളൊരു അല്ലേ ആ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് ഒരു ഇതിന് തന്നെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അത് കാരണം എല്ലാവരും ആ ഒരു ടൈമിംഗ് പോയി. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കുന്നത് നാളെ രാവിലെ എമ്പുരാന്റെ ഇത് വരുന്നുണ്ട് ഇന്ന സമയത്താന്ന് പറഞ്ഞാൽ ആ നമുക്ക് രാവിലെ കിട്ടുന്ന ഒരു മോശം ഒരു അനുഭവമായി. അത് ഇത് കണ്ടപ്പോ നമുക്ക് സന്തോഷം തോന്നി. അല്ല ഉണ്ട്, എന്നാലും അത് കാണിച്ചതേ അവരറിയാതെ ഒരു മനുഷ്യനെ അറിയാതെ അത് ചെയ്യുവാണെങ്കിൽ ഒരു ഇതല്ല, അത് ഭയങ്കര മോശം പരിപാടിയാണ്. നമ്മുടെ പുലിക്കകത്ത് നമ്മുടെ ഇതുവരെ ഒരു സീൻ പുലിയുടെ ട്രെയിലർ ഇതുപോലെ ആടുജീവിതം ഇങ്ങനെ ലീക്കായിരുന്നു. പക്ഷെ ആടുജീവിതം ലീക്കായെന്ന് വെച്ചാൽ അവർ വേറെ എവിടെയോ കാണിച്ച ഒരാൾ ഷൂട്ട് അങ്ങനെ എന്തോ എന്തോ ഒരു ഇതാവുന്നു. ഇത് ഭയങ്കര മോശമായി പോയി. ഇത് ഇത്രയും ഒരു വളരെ ഒരു ഡാഡി ഇല്ലായ്മ തന്നെയാണ്. ഇല്ലായ്മയാണേലും ഭയങ്കര മോശമായി പോയി കാണിച്ചത്. എവനാണേലും അവനെ കൈ കിട്ടിയാൽ. അപ്പോ നമ്മളിപ്പോ കണ്ട L2A എമ്പുരാൻ നമ്മൾ കാത്തിരുന്നത് ഇത് ഒരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രെയിലർ. നല്ല അടിപൊളിയായിട്ട് രാജുവേട്ടൻ സമ്മതിച്ചിരിക്കുന്നു. ചുമ്മാ പാട്ട കൊട്ടിച്ചില്ല അല്ലേ, അതിന്റെ അടിപൊളിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താന്ന് ആർക്കും മനസ്സിലാത്തോണ്ട് അല്ല ഈ ഭയങ്കര ആക്ടറിനായിട്ട് ഹൈപ്പ് വരുമല്ലോ. ഇത് ഇങ്ങനെ ഈ ഒരു ട്രെയിലറിന്. പക്ഷെ അതൊന്നും ഇതിനകത്തില്ല. നോർമൽ ക്ലാസിക് സാധനമായിട്ട് പുള്ളി ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ ലാലേട്ടൻ 2 ഇടി ഇടിക്കുന്ന സീനെ കാണിക്കായിരുന്നു. വേണ്ട, പക്ഷെ അതിനറിയാം തിയേറ്ററിൽ പോയാലും നമുക്കൊരു ഗുമ്മുള്ളൂ. അപ്പം 27-ാം തീയതി ആയപ്പോഴത്തേക്ക് നമ്മൾ ഫാൻസി ഷോയുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് നമുക്ക് സിനിമ ഈ ട്രെയിലർ നേരത്തെ ലീക്ക് ആയതിന്റെ സങ്കടമല്ല. നമ്മൾ ഫസ്റ്റ് ഡേ കളക്ഷനിൽ നമ്മൾ ടോപ്പ് അടിച്ചിരിക്കണം. ഇപ്പൊ തന്നെ വെളിയിൽ GCCയിലൊക്കെ നമുക്കൊരു 10 കോടി അടുത്ത് ഇപ്പൊ തന്നെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ല ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ഈ സിനിമ കൊണ്ട് നമ്മൾ ടോപ്പ് അടിക്കും. എല്ലാത്തിനും കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള വരവായിരിക്കട്ടെ. നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജ് അത് എന്തായാലും അങ്ങനെ വരത്തുള്ളൂ. അങ്ങനെ വരണം. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് കളക്ഷൻ പടം എങ്ങനെയാവും എന്നൊക്കെയുള്ള അത് കഴിഞ്ഞിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഡേ കളക്ഷൻ നമ്മൾ തൂക്കിയിരിക്കും. ഈ കുറ്റം പറയാൻ വേണ്ടിയാണെങ്കിലും കുറെ പേര് വരുമല്ലോ. എന്നേക്കൊരു പുടി. അപ്പൊ താങ്ക് യു ഗൈസ്.